ഡ്രീമിങ് ഓഫ് യു കീപ്സ് മീ സ്ലീപ്പ്, ബീങ് വിത്ത് യു കീപ്സ് മീ അലൈവ്. എന്നാ പിന്നെ അത് നേരിട്ട് പറഞ്ഞ പോരെ? അങ്ങനെ എല്ലാം പറയാൻ കഴിയോ? എന്ത് കുന്തം. ഇനി എന്ത് പരിപാടി? എന്ത് പരിപാടി? നീ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ മെസ്സേജ് പിന്നെയും വായിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അയ്യോ കവിടെന്താ എന്താ എവിടെ? എന്ത്? അങ്ങനെ എല്ലാ കാര്യം പറയാനുള്ളതല്ലോ. പോയോ? എവിടെ പോയി? എവിടെ പോയി? കാണുന്നല്ലോ. പ്രീതി ലക്കി കണ്ടോ? അവളൊന്നും പറയാണ്ട് ഇറങ്ങിപ്പോയല്ലോ. എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉടക്കുണ്ടായ? ഒന്നുമില്ല ചേച്ചി, ബില്ലെടുത്തോളൂ. ആ ഇത് നല്ല ടഫ് പരിപാടിയാണല്ലോ. എന്താണ് ചൂലിനെ പരേഡ് പഠിപ്പിക്കുന്ന? പരേഡ് പഠിപ്പിക്കുന്നതിന്റെ കുഞ്ഞമ്മ. പിന്നെ ഇങ്ങനെയാണ് അതെല്ലാം തൂക്കുന്നത്? തിരിച്ചു പിടിക്കല. അതിന് ഞാൻ തൂക്കല്ല, ഞാൻ വേറൊരു കാര്യം പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് നിനക്ക് ഓഫീസിലുള്ള ക്രിയേറ്റീവ് സ്വീപ്പിംഗ്. അതെന്താണ്? കണ്ണ് ദാനം ചെയ്താ? കണ്ണ് ദാനം ചെയ്യാൻ ഞാൻ ചത്തിട്ടില്ല. ഇത് വേറൊരു അഴിക്കില്ലേ അല്ല ചെങ്കണ്ണാണെങ്കിൽ പരത്താൻ നിൽക്കണ്ട. എനിക്ക് ചെങ്കണ്ണും കോങ്ങണ്ണൊന്നും ഇല്ലടിയാ. ഞാൻ അന്ധന്മാരുടെ ലോകം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ അന്തന്മാരെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ അന്ധന്മാരെന്ന് വിളിക്കുന്നത്. അതെ. അവരുടെ ലോകം എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ശ്രമം. സഹോദര, നീ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ കൊളാക്കരുത്. ഞാൻ കോപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് ഇനി ബാക്കി പണിയുള്ളൂ. അപ്പോൾ കൊള്ളാം. അല്ല ഇപ്പം എന്താ ഇങ്ങനെ ഒരു ശ്രമം? അതെന്താ ശ്രമിച്ചൂടെ? എനിക്ക് മനസ്സിലായി. ഇവിടെ കിട്ടി കൊച്ചു കള്ള. എന്ത്? നിന്റെ പുതിയ കഥയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടല്ലേ? നിനക്ക് മനസ്സിലായില്ലേ? അബ്സല്യൂട്ട്ലി. നിനക്ക് ബന്ധനാവണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഈ കർണാടകയൊന്നും വേണ്ട. പിന്നെ വഴിയുണ്ട്. അപ്പൊ നിനക്ക് അന്തരാവണ്ടേ? അന്തെന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് അന്തരാവണ്ട. അവരുടെ ലോകം ഒന്ന് കണ്ട് പുറത്തിറങ്ങിയാൽ മതി. അവരുടെ ലോകം മാത്രമല്ല, നിന്നെ ഞാൻ 3 ലോകം കാണിക്കും. ഓക്കെ, ഇതെത്ര? എന്ത്? എടാ നിനക്കൊന്നും കാണില്ലേ? കണ്ണ് കെട്ടിയിട്ട് പിന്നെ ഒന്നും കാണുന്നില്ല ചോദിച്ചോ? എൻ്റെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന്? നിന്റെ 10 വിരലല്ലേ? ഈയിടെ കണ്ണ് കാണുന്നില്ലാന്ന് അവൻ്റെ ഒരു ടെസ്റ്റ്. അതൊന്നും വേണ്ട. നടന്നോ? എങ്ങോട്ട്? മുന്നോട്ടാ 3 സ്റ്റെപ്പ് നടന്നോ? കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല, നടന്നോ. 1 2 3. എടാ എനിക്ക് അന്ധനായിട്ട് അഭിനയിക്കാനാണല്ലോ, കൈകാലം ഓടിക്കാനല്ല. എടാ ഇതാണ് അന്ധൻ്റെ ലോകം. അനിയ, എനിക്കറിയേണ്ടത് വർഷങ്ങളായിട്ട് കണ്ണ് കാണാത്ത അത്യാവശ്യം ചുറ്റുപാടുകളായിട്ട് പൊരുത്തപ്പെട്ട ഒരു അന്ധൻ്റെ ലോകമാണ്. അതായിരുന്നല്ലേ? അതാണ് ഇപ്പൊ ശരിയായി തരാം. ഇങ്ങോട്ട് പിന്നെയും തുണി. നടന്നോ? ഓൺ യുവർ മാർക്ക് ഗോ. ഇതെന്താ ഓട്ട മത്സരം? 2 സ്റ്റെപ്പ് മാത്രം കേട്ടോ. 2 സ്റ്റെപ്പ്. ലെഫ്റ്റ്. മുട്ടിയാ പറഞ്ഞോ? ലെഫ്റ്റ് അല്ലേ? റൈറ്റ് അല്ലടാ, ലെഫ്റ്റ്. നീ മുട്ടിയാ പറയില്ലേ? വരാൻ പൊക്കോ. മുട്ടിയാ? ഇല്ല, നടന്നോ? മുട്ടിയാ? ഇല്ലടാ, നടന്നോ? മുട്ടിയാ? ഇല്ല. എന്തേലും പറ്റുകളിയാ? നീ പക പോക്കാണല്ലോടാ. ഞാനോ? എടാ നിന്റെ ക്യാരക്ടർ എന്താവാൻ വേണ്ടിയില്ലേ? നമുക്കേ വേറൊരു സ്ഥലത്തേക്ക് പോവാം. അവിടെ ആകുമ്പോൾ തട്ടലും മുട്ടലൊന്നും ഉണ്ടാവില്ല. അതെവിടെ? ടെറസിലേക്ക്. എവിടെയും തട്ടാതെ നേരെ താഴെ പോവളിയാ. ഞാൻ കോമാ പേഷ്യൻ്റെ കഥ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനില്ലേ ഇവിടെ. നീ വാ, ധൈര്യട്ടോ. കൊല്ലാൻ കൊണ്ടോ പാടാ.
എടാ അഭി, നീ എന്താ സ്വന്തം ഫോട്ടോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളിക്കാ? ആ അങ്ങനെ എന്നെയും ഫ്രെയിമിലാക്കി ചുമരി തൂക്കാനുള്ള പരിപാടിയാ. നീ എന്താ ഫോൺ എടുക്കാത്ത? ആരുടെ? എൻ്റെ. എടാ നിന്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഫോണാണോ? നിന്റെ ഫോണല്ലേ? എത്ര തവണയായിട്ട് വിളിക്കുന്നത്? ഞാൻ 2-3 തവണ വിളിച്ചു. മറന്നുപോയോ? മറക്കേ നീയാ? ആ ഫോണൊന്നും എടുത്ത് കാണിച്ചേ. ഇതാണോ നിന്റെ ഫോൺ? ആ ഓ, ഫോൺ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അത് ഞാൻ പറയേണ്ട ഡയലോഗല്ലേ? നീ ഇവിടെ ഒന്നും അല്ലേ അവി? എടാ തോമസ് ഏട്ടൻ വിളിയോട് വിളിയാണ്. ബോംബെന്നാ? ആ ബോംബെന്ന് ദാവൂദ് ഇബ്രാഹിം. നിനക്കെന്താ ഭ്രാന്തായ? അത്ര നല്ല ഓഫർ ആണെങ്കിൽ പോവാൻ പറ വിനോദേട്ടാ. ഓ ഭാഗ്യം. വിനോദേട്ടൻ ആ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ആ ഫോട്ടോസ് ഉള്ള ആൽബം ഇവിടെ. ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ കത്തിച്ചളഞ്ഞു. എന്നിട്ട് ആഷസ് ഒക്കെ ഒരു കുപ്പിയിലാക്കി ഞാൻ മുംബൈക്ക് അയച്ചിട്ടുണ്ട്. അയ്യോ, ആഷസ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ സ്റ്റീവ് സ്മിത്തിന്റെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആർച്ചൊരു ചിരിച്ച് എന്തൊരു ചിരിയായി പോയി. എടാ ആഷസാ? എടാ മഹാഭാവി, നീ എന്നെ കത്തിച്ച് പെട്ടിയിലാക്കാനുള്ള പരിപാടിയാണോ? എടാ ഒരുപാട് മെഡലൊക്കെ കിട്ടിയിട്ടുള്ള പട്ടാളക്കാരനാണ് തോമസ് ഏട്ടൻ. അയാളുടെ ലൈസൻസ് ഉള്ള തോക്കുണ്ട്. അങ്ങനെ തോറ്റു കൊടുക്കൂലെന്ന് പറ വിനോദേട്ടാ. അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കൂല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളിവിടെ വരെ എത്തിയേ. ഓക്കേ, എഴുന്നേറ്റ്. നീ എഴുന്നേറ്റ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. എടാ വിഷ്ണു, ഇവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. നിങ്ങളും എന്നെ ഡ്രോപ്പ് ചെയ്യണോ വിനോദേട്ടാ? പോടാ, പോയി റെസ്റ്റ് ചെയ്യടാ, വീട്ടിൽ പോടാ. എന്താ ചങ്ങായി, ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഉറക്കൊന്ന് കൂവിയാ പോരെ, ആരെങ്കിലൊക്കെ വരില്ലേ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളിവിടെ വരെ എത്തിയത്.